സംസ്കൃതത്തിൽ ജപകുസുമം, ചുവന്ന് പരന്ന പൂവ് അഥവാ ചെമ്പരത്തി. നമ്മുടെയൊക്കെ വീടുകൾ പണ്ട് മുതൽക്കേ ഉള്ള ഒരു പുഷ്പമാണ് ചെമ്പരത്തി എന്ന് പറയുന്നത്. ഈ ചെമ്പരത്തിക്ക് വാസ്തുവുമായിട്ട് വളരെ വലിയ ബന്ധമാണ് ഉള്ളത്. ഇത് വയ്ക്കാമോ എന്നുള്ള ഒരു ചോദ്യം പലപ്പോഴും ഉയർന്നു കേട്ടിട്ടുണ്ട്. വയ്ക്കാം, എന്നാൽ ചില നിബന്ധനകൾ ഉണ്ടെന്ന് മാത്രം. എന്തെങ്കിലും ദോഷമുണ്ടോ? ഉണ്ട്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമസ്തേ രുദ്രധാര. നമ്മൾ പറയുന്നത് ചെമ്പരത്തിപ്പൂവിൻ്റെ വിശേഷങ്ങളാണ് അല്ലേ. ഒരുപാട് നാളിന് ശേഷമാണ് ഒരു ചെടിയെക്കുറിച്ച് വീണ്ടും സംസാരിക്കുന്നത്. അപ്പോൾ ചെമ്പരത്തിപ്പൂവ് പല നിറത്തിലും പല രീതിയിലും ഒക്കെ ഉള്ള ചെമ്പരത്തിപ്പൂക്കൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു പൊതുവെ കുറവാണ്. ചെമ്പരത്തിയുടെ കഥ തുടങ്ങുന്നതിന് മുമ്പ് മറ്റൊരു കഥ ഒന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിട്ട് പോവാം. നമ്മൾ ലാസ്റ്റ് ചെയ്ത ഒരു വീഡിയോ, 2 വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. കൗളമാർഗ എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ പലർക്കും പല സംഭവങ്ങളും നടന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ചിലർക്ക് നടന്നിട്ടില്ല. നടക്കും, ഉറപ്പായിട്ട് നടക്കും. ഇത്രയും പേർക്ക് നടക്കാമെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർക്ക് എന്തുകൊണ്ട് നടന്നുകൂടാ? അപ്പോൾ ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യുക. പലരും കോണ്ടാക്ട് ചെയ്യാറുണ്ട് വാട്സപ്പ് വഴി. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും കോളുകൾ ചെയ്യാൻ പാടില്ല, പറഞ്ഞിട്ടുള്ള കാര്യമാണത്. അപ്പോൾ അതുകൊണ്ട് വാട്സാപ്പിലൂടെ പലരും പല ആവശ്യങ്ങളും പറയുന്നുണ്ട്. നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ഉടൻ തന്നെ മറുപടി ലഭിക്കും. മോശമാണെങ്കിൽ ഒരു സംശയം വേണ്ട, മറുപടി ലഭിക്കില്ല. കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഈ മാർഗം അതിനുള്ളതല്ല എന്ന്. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ ഒരു ഓർമ്മ ഉണ്ടാവണം. അപ്പോൾ പലർക്കും കാര്യങ്ങളൊക്കെ നടന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് കാര്യത്തിലേക്ക് അങ്ങ് പോകാം. കൗളമാർഗ സെക്കൻഡ് വരുന്നുണ്ട്. അപ്പോൾ നടക്കാത്തവരൊന്ന് പരീക്ഷിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പറയപ്പെടുന്ന ഒരു സംഭവം ചെമ്പരത്തിപ്പൂവിൻ്റെ വിശേഷങ്ങളാണ്. ചെമ്പരത്തിപ്പൂവ് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് വീട്ടിൽ ഇഷ്ടം പോലെ ചെമ്പരത്തി ഉണ്ടായിരുന്നു. അന്നൊന്നും ഇതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. ഇത് ഇന്ന സ്ഥലത്തെ വെക്കാൻ പാടുള്ളൂ, ഇന്ന സ്ഥലത്ത് വെക്കാൻ പാടില്ല എന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ചെമ്പരത്തിയെ സംബന്ധിച്ചിടത്തോളം പല നിറത്തിലുണ്ടെന്ന് പറഞ്ഞു. മഞ്ഞ ചെമ്പരത്തി, ചുവന്ന ചെമ്പരത്തി, വെള്ള ചെമ്പരത്തി, പിങ്ക് ചെമ്പരത്തി അല്ലേ. ഇത്രയും ചെമ്പരത്തിയാണ് പൊതുവെ നമ്മൾ കണ്ടിട്ടുള്ളത്. കുറച്ച് വലിപ്പമുള്ളത്, തട്ടായിട്ടുള്ള ചെമ്പരത്തി ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചെമ്പരത്തി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്കറിയാം അത് എന്തുമായി ബന്ധപ്പെട്ടതാണ്. ദേവി സങ്കല്പമാണ് ആദ്യം നമുക്ക് വരുന്നത് അല്ലേ. ഏത് ദേവിയാണ്? ലക്ഷ്മിയാണ് വരുന്നത്. ലക്ഷ്മി മാത്രമാണോ? അല്ല, കാളി ദേവിയും വരുന്നുണ്ട് അല്ലേ. ലക്ഷ്മി മാത്രമല്ല, കാളി ദേവിയും വരുന്നുണ്ട്. ചെമ്പരത്തി ഇവർ 2 പേരും മാത്രമാണോ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്? ഒരിക്കലുമല്ല. വേറെ 2 പേരും കൂടെ ഉണ്ട്. ഒന്ന് സൂര്യൻ, മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് പൊതുവെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത അല്ലെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരാൾ കൂടിയുണ്ട്. മാല ചാർത്തി കണ്ടിട്ടില്ലാത്ത ഒരാളാണ്. അദ്ദേഹത്തിന്റെ പേര് ഹനുമാൻ സ്വാമി എന്നാണ്. ഇത്രയും പേരുമായിട്ട് ബന്ധപ്പെട്ടതാണ് ശരിക്കും പറഞ്ഞാൽ ചെമ്പരത്തി എന്ന് പറയുന്നത്. അപ്പൊ ചെമ്പരത്തി എവിടെ വെക്കണം, ചെമ്പരത്തി കൊണ്ടുള്ള പ്രയോജനം എന്താണ്, ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്ന്. പല വീഡിയോയിലും ഞാൻ കണ്ടിട്ടുണ്ട് ചെമ്പരത്തി നമുക്ക് വീടിൻ്റെ ഏത് ഭാഗത്തും വെക്കാം എന്നുള്ളത്. അങ്ങനല്ല, ചെമ്പരത്തിക്ക് ഒരു സ്ഥാനമുണ്ട്. കാരണം അതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആ സ്ഥാനത്തെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. പാടില്ലാത്ത 2 സ്ഥാനങ്ങൾ ഞാൻ ആദ്യമേ അങ്ങ് പറയാം. ഒന്ന് തെക്ക്, 2 പടിഞ്ഞാറ്. ഈ 2 ഭാഗത്തും ഇത് വരുന്നത് പൊതുവെ അത്ര നല്ലതായിട്ട് കണക്കാക്കുന്നില്ല. പിന്നെ ഇത് എവിടെയാണ് വരേണ്ടത്? എല്ലാവരും പറയുന്നു വീടിൻ്റെ മുൻഭാഗത്താണിത് വരേണ്ടത്. നിങ്ങൾക്ക് വീടിൻ്റെ മുൻഭാഗം കിഴക്ക് വശത്തേക്കാണെങ്കിൽ അവിടെ വരാം, അവിടെയാണ് വരേണ്ടത്. ശരിക്കും കിഴക്കാണ് വരേണ്ടത്, അല്ലെങ്കിൽ വടക്ക് ഭാഗത്ത് വരാം. കിഴക്ക് വടക്കേ മൂലയ്ക്ക് വരാം, എന്നാൽ തെക്ക് കിഴക്കേ മൂലയ്ക്ക് വരാൻ പാടില്ല. അതുപോലെ തെക്ക് പടിഞ്ഞാറ് മൂല എന്ന് പറയുന്ന അറിയാം, കന്നിമൂല, അവിടെയും വരാൻ പാടില്ല. വീടിൻ്റെ മുൻവശം തെക്കോട്ടാണെങ്കിൽ മുൻപിൽ നിങ്ങൾ വെക്കണ്ട.
വടക്ക് വശത്ത് വെച്ചോളൂ. വീട് പടിഞ്ഞാറോട്ടാണെങ്കിൽ പിൻഭാഗം കിഴക്ക് വശത്ത് വെച്ചോളൂ. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഇതിനൊരു സ്ഥാനമുണ്ട്. ഇനി കിഴക്കോട്ടാണെങ്കിലും വടക്കോട്ടാണെങ്കിലും വയ്ക്കാമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അങ്ങനെ വയ്ക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് തന്നെ വേണം വയ്ക്കാൻ. കൂടുതൽ സൈഡിലേക്കൊന്നും പോകാതെ ഏകദേശം സെൻട്രൽ ഭാഗം നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന നെഗറ്റീവ് എനർജികൾ ഒരു വിധം കുറയും. ചെമ്പരത്തിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ചുവപ്പ് ചെമ്പരത്തി ആണ് വീട്ടിൽ നിൽക്കുന്നതെങ്കിൽ ഈ സ്ഥാനത്ത്, ഞാൻ പറഞ്ഞ സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ, അത്യാവശ്യം നല്ല ഒരു അന്തരീക്ഷമായിരിക്കും വീട്ടിലുള്ളത്. എല്ലാവരും തമ്മിൽ നല്ല പരസ്പരം നല്ല ഒരു ബന്ധം ഉണ്ടായിരിക്കും. അതുപോലെ മഞ്ഞ ചെമ്പരത്തി ആണെങ്കിൽ പുതിയ തുടക്കങ്ങൾക്ക് വളരെ നല്ലതാണ് മഞ്ഞ ചെമ്പരത്തി. പിങ്ക് നിറത്തിലുള്ള ചെമ്പരത്തി കുഞ്ഞുങ്ങളുടെ ഉന്നമനത്തിന് സഹായിക്കും. കുട്ടികളുടെ മോശം ബന്ധങ്ങളിൽ നിന്ന് വേർപെട്ടു പോകും. പിങ്ക് ചെമ്പരത്തി ദേവിക്ക് സമർപ്പിച്ചാലും മതി കേട്ടോ. പിങ്ക് ചെമ്പരത്തി. നീല ചെമ്പരത്തി ഞാൻ ചിലയിടത്ത് കണ്ടിട്ടുണ്ട്, നീല തെറ്റിയും കണ്ടിട്ടുണ്ട്, അങ്ങ് ഒഴിവാക്കിയേരെ. അപ്പോൾ അതെന്താണെന്ന് പറയുന്നില്ല, അതിൻ്റെ നെഗറ്റീവ് ഒന്നും പറയുന്നില്ല, ലെങ്ത് പോണ്ട. ഇനി വരുന്നത് വെള്ള ചെമ്പരത്തിയാണ്. വെള്ള ചെമ്പരത്തി നമുക്കറിയാം, വെള്ള സമാധാനമാണല്ലേ സൂചിപ്പിക്കുന്നത്. ഇത് സമാധാനം മാത്രമല്ല, അറിവിനെയും കൂടിയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നാണ് വെള്ള ചെമ്പരത്തി. ഇത് വയ്ക്കുന്നത് വളരെ നല്ലതാണ്. ഇതിന് മാത്രമാണോ ഇത് വയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ചൊവ്വാദോഷം കൊണ്ട് മംഗല്യം നടക്കാത്തവരൊക്കെ ഉണ്ടാവും അല്ലേ. അതുപോലെ കല്യാണത്തിന് ശേഷം പങ്കാളികൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാവുന്നവർ കാണും. അതൊക്കെ ഇല്ലാതാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന ചുവപ്പ് ചെമ്പരത്തിയും ഒപ്പം ഈ പിങ്ക് ചെമ്പരത്തിയും കൂടെ ഒരുമിച്ച് നിർത്താം. ഇത് രണ്ടും കൂടെ അടുത്തടുത്ത്, പ്രത്യേകിച്ച് കിഴക്ക് ഭാഗത്ത് അങ്ങനെ നിർത്തുകയാണെങ്കിൽ വിവാഹശേഷമുള്ള പ്രശ്നങ്ങൾ ഒഴിവാകുകയും, അതായത് പങ്കാളിക്കുണ്ടാകുന്ന അസുഖങ്ങളാണേ പറയുന്നത്, വേറെ ഒന്നും അല്ലേ, അപകടങ്ങൾ, അസുഖങ്ങൾ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതുപോലെ മറ്റൊന്ന്, വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് രണ്ടിനെയും കൂടെ ഒരുമിച്ച് നിർത്തണം. മനസ്സിലായോ? ഇനി അടുത്തത്, ചുവന്ന ചെമ്പരത്തി വീടിൻ്റെ കിഴക്ക് ഭാഗത്ത്, അതായത് മുമ്പിൽ അവിടെ നിൽക്കുകയാണെങ്കിൽ ആദിത്യനെ കൊണ്ടുള്ള ദോഷങ്ങൾ, സൂര്യനിൽ നിന്നുണ്ടാകുന്ന ദോഷമുള്ളവർ കാണുമല്ലോ, ആദിത്യദശ എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ കുറയും. അതുപോലെ തന്നെ നിങ്ങൾ രാവിലെ സൂര്യ നമസ്കാരം ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ സൂര്യനെ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ കുറച്ച് ജലം എടുക്കും, അതിനകത്ത് ചെമ്പരത്തി പൂ, ചുവന്നപ്പ് ചെമ്പരത്തി തന്നെ ഇട്ട് വയ്ക്കുന്നത് ഇതളുകൾ അടർത്താതെ അതുപോലെ ഇട്ട് വയ്ക്കുന്നത് വളരെ ഉചിതമാണ്. ബിസിനസ് സ്ഥാപനങ്ങളുണ്ടെങ്കിൽ ഒരു ചെറിയ ഉരുളി എടുത്തിട്ട് അതിനകത്ത് 5 ചെമ്പരത്തി, ഇത്ര എണ്ണാണ്, 5 ചെമ്പരത്തി, ഇത്തിരി മുല്ലപ്പൂ കൂടെ ഇട്ട് വെള്ളത്തിനകത്താണ് എല്ലാ ദിവസവും രാവിലെ വയ്ക്കുക, അടുത്ത ദിവസം എടുത്ത് കളയുക കേട്ടോ. കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കും. ചിലയിടത്തൊക്കെ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അങ്ങനെ നമ്മൾ വടക്കോട്ടൊക്കെ പോകുന്നിടത്തുണ്ട് ഇങ്ങനെ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, സൂര്യനിൽ നിന്നുള്ള പ്രശ്നങ്ങൾ ഒഴിവാകും. ഇനി നിങ്ങളുടെ വിലപ്പെട്ട എന്തെങ്കിലും മോഷണം പോയി എന്നിരിക്കട്ടെ, സ്വർണമാകാം, അല്ലെ കളഞ്ഞു പോയതാവാം, അങ്ങനെ എന്തെങ്കിലും നഷ്ടപ്പെടുകയാണെങ്കിൽ ഹനുമാൻ സ്വാമിക്ക് തിരികെ ലഭിക്കാൻ ഹനുമാൻ സ്വാമിക്ക് നമ്മൾ എന്ത് സമർപ്പിച്ചാൽ മതി? മാല തന്നെ, എന്ത്, ചെമ്പരത്തിപ്പൂ മാല. മോഷണമൊക്കെ പോകാതിരിക്കാനും അങ്ങനെ പേടിയൊക്കെ ഉണ്ടെങ്കിൽ, വീട്ടിൽ കൊച്ചു കൊച്ചു കള്ളന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഇത് കൊണ്ട് സമർപ്പിക്കുന്നത് നല്ലതായിരിക്കും എന്നും കൂടി പറയപ്പെടുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ലക്ഷ്മിയുടെ അനുഗ്രഹം. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ പലർക്കും ഞാനത് അയച്ചു കൊടുത്തിട്ടുണ്ട് അല്ലേ, പല മന്ത്രങ്ങളും അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് 21 ദിവസത്തിന് മുമ്പ് തന്നെ പലരും വിളിച്ച് നല്ല റിസൾട്ട് പറഞ്ഞിട്ടുണ്ട്. പലരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും ശത്രുക്കളുടെ നാശവും ഉണ്ടാവും.
ഇനി ഇതെങ്ങനെയാണ് ശത്രുക്കൾക്ക് നാശമുണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ, ഞാനൊരു കവളത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ എന്ന് പറഞ്ഞതുപോലെ, ശത്രു സംഹാരം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതിനെക്കുറിച്ച് പറയുന്നത്. അതിൻ്റെ തുടക്കം ഞാനൊന്ന് പറഞ്ഞിരിക്കാം. എല്ലാ ക്ഷേത്രങ്ങളിലും ശത്രു സംഹാര പൂജ എന്ന് പറയുന്ന ഒന്നുണ്ട്. ശത്രു സംഹാര പൂജ എന്ന് പറയുന്നത്, നിങ്ങൾ അമ്പലത്തിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ശത്രുവിനെ മനസ്സിൽ കണ്ടുകൊണ്ട് ശത്രു സംഹാരം നടത്തുന്നു അല്ലേ? ഇതല്ലേ? എന്നാൽ അങ്ങനെയല്ല സംഭവം. നമ്മുടെ ഉള്ളിലുള്ള ശത്രുവിനെ നമ്മൾ തന്നെ നീക്കം ചെയ്യുന്നതിനാണ് ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തുന്നത്. അല്ലാതെ വേറൊരാളെ നശിപ്പിക്കാനല്ല എന്നുള്ളത് കൂടി ഓർക്കണം. നമ്മുടെ ഉള്ളിൽ ഒരു ശത്രു ഉണ്ട്, നമ്മുടെ ചില സ്വഭാവ സവിശേഷതകൾ. അതില്ലായ്മ ചെയ്യാൻ വേണ്ടി നമ്മൾ തന്നെ പണം മുടക്കി നടത്തുന്ന ഒരു പരിപാടിയാണ് ശത്രു സംഹാര പൂജ. മനസ്സിലായോ? ശത്രു സംഹാര പൂജ നടത്തുന്ന ആരുടെ പേരില? നമ്മുടെ പേരിലാണ്, അല്ലാതെ നമ്മുടെ ശത്രുവിൻ്റെ പേരിലല്ല. പിടിയില്ല. അപ്പോൾ എവിടെയാ ശത്രു ഇരിക്കുന്നത് മനസ്സിലായോ? അതാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ ശത്രു സംഹാരവുമായിട്ട് ബന്ധപ്പെടുത്തി ചെമ്പരത്തിക്കും ചില കഥകൾ പറയാനുണ്ട്. നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഈ പറഞ്ഞ ഉരുളിക്കകത്ത് വീട്ടിലും വിളക്ക് കത്തിക്കുന്ന ഭാഗത്തും ഇതുപോലെ 5 ചെമ്പരത്തി, അല്ലെങ്കിൽ എത്ര അംഗങ്ങളാണോ വീട്ടിലുള്ളത് അത്രയും ചെമ്പരത്തി കിട്ടുമെങ്കിൽ അങ്ങനെ വെക്കുക. മുല്ലപ്പൂ ഒന്നും വേണ്ട കേട്ടോ, അവിടെ ചെമ്പരത്തി മാത്രം വെച്ചാൽ മതി. പറ്റുമെങ്കിൽ ഒരു മഞ്ഞപ്പൂവും കൂടി കിട്ടുമെങ്കിൽ വെക്കുക, അല്ലെങ്കിൽ കുറച്ച് തെറ്റിപ്പോയാലും മതി, വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ചെമ്പരത്തിയെക്കുറിച്ച് പറയാനുള്ളൂ. ചെമ്പരത്തി നിൽക്കേണ്ട സ്ഥലം ഞാൻ പറഞ്ഞു, ചെമ്പരത്തിയുടെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞു, എന്തൊക്കെ പ്രോസ്പിരിറ്റിയാണ് ചെമ്പരത്തിയിൽ നിന്നുണ്ടാകുന്നത്. വളരെ 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 വലിയൊരു സംഭവമാണ് ആ ചെടി എന്ന് പറയുന്നത്. ജപകുസുമം തന്നെയല്ലേ പറയുന്നത് സംസ്കൃതത്തിൽ. അപ്പം അത്രയും ആത്മീയ പ്രാധാന്യമുള്ള ഒരു പുഷ്പമാണ് ശരിക്കും ചെമ്പരത്തി എന്ന് പറയുന്നത്. ഇതൊന്നും അല്ലാതെ മറ്റ് പല അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ചെമ്പരത്തി ചായ കേട്ടിട്ടില്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇന്ന് പറയാനായിട്ട്. എല്ലാവരും സുഖമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വാട്സപ്പിലൂടെ കോൺടാക്ട് ചെയ്യുന്നവർക്കെല്ലാം ഒരുപാട് നന്ദി. ഇനിയും നമുക്ക് കാണാം, പുതിയ ഭാഗവുമായി കാണാം. ഞാൻ പറഞ്ഞതുപോലെ മറ്റേതിൻ്റെ ഭാഗം വരുന്നുണ്ട്. ഇതിപ്പോൾ ഓരോരുത്തരുടെ ഒരു അഭിപ്രായം കൊണ്ടാണ് ഞാൻ ഈ ചെമ്പരത്തിയെക്കുറിച്ച് ചെയ്തത്. പല അഭിപ്രായങ്ങളുണ്ട്. എനിക്ക് കണ്ടന്റിന് കുറവില്ല, കാരണം ഓരോരുത്തരും ഓരോ കണ്ടന്റ് ഇങ്ങോട്ട് ചോദിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ കുറവില്ല കേട്ടോ. പക്ഷേ വരാത്തത്, ഡെയിലി വീഡിയോസ് വരാത്തത് കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നതുകൊണ്ടാണ്. ഇപ്പം അറിയാമല്ലോ, ഈ മാന്ത്രിക പരിപാടിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് സമയക്കുറവ് നല്ല രീതിയിലുണ്ട്. അപ്പോൾ അതുപോലെ ഉറക്കം കൃത്യമായിട്ട് കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോൾ വീഡിയോ വരാൻ വൈകും. സോ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. നന്ദി.